അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം കണ്ടു. സോ പടം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അടിപൊളി പടം തന്നെയാണ്. അത് നല്ലൊരു ഫീൽ ഗുഡ് ഡ്രാമയായിട്ട് തന്നെ എനിക്ക് തോന്നി. ഭയങ്കര ഫീൽ ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് ആദ്യം പറയാം. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ധ്യാൻ ശ്രീനിവാസനും പിന്നെ പ്രണവ് മോഹൻലാലും അവർ തമ്മിലുള്ള കോമ്പിനേഷൻസ് ഭയങ്കര മികച്ച് നിൽക്കുന്നുണ്ട്. എസ്പെഷ്യലി നമ്മളെ ശ്രീനിവാസനും മോഹൻലാലിൻ്റെ ഒക്കെ ആ ഒരു കോമ്പിനേഷൻ സീൻസ് പോലെ തന്നെ നമുക്ക് ഇത് ലിറ്ററലി നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ ഭയങ്കര പോസിറ്റീവ് തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു അറ്റംപ്റ്റ് വിനീത് ശ്രീനിവാസൻ്റെ അടുത്ത് പറഞ്ഞേ പറ്റും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സംഭവം ഈ ജനറേഷൻസ് ആയിട്ട് ഇപ്പം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുമ്പോൾ നമുക്ക് ശരിക്കും ലിറ്ററലി അത് ആ ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ രീതിയിലേക്കാണ് ഈ ഒരു സാധനം മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ. സോ ആ കാര്യത്തിൽ ആദ്യം പറഞ്ഞേ പറ്റും. സോ പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും ഗംഭീരമായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടി മുൻഗണന കൂടുതൽ ധ്യാൻ ശ്രീനിവാസൻ കുറച്ചും കൂടി നല്ല തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് പ്രണവ് മോഹൻലാലിനെ കാട്ടും. പ്രണവ് മോഹൻലാൽ മോശം നല്ല മൂപ്പര് ഹൃദയത്തിൽ ചെയ്ത പോലെ തന്നെ അതേപോലെ തന്നെ ലിറ്ററലി മാനസികത്തിൽ തന്നെയാണ് ഇതിനകത്തും ചെയ്തിരിക്കുന്നത്. ബട്ട് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ കുറേ കരിയർ സീൻസൊക്കെ അങ്ങനെ ഇമോഷണൽ ആവുന്ന സീൻസൊക്കെ എല്ലാം ഉണ്ട്. സോ അതൊക്കെ നല്ല ചെയ്തിട്ടുണ്ട്. അത് ഗംഭീരം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ സാധനങ്ങളല്ലോ. സോ അത് ആദ്യം ചെയ്ത കാര്യം ധ്യാൻ ശ്രീനിവാസൻ ഇതുവരെ കരയുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇമോഷണൽ ആവുന്ന കാര്യങ്ങളൊന്നും ഇത് സിനിമ കണ്ടിട്ടില്ല. സോ കാര്യം നല്ലോണം ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഹാഫ് മൊത്തം ഇവരെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ആ ബോണ്ടിങ്ങും അത് നല്ല എടുത്ത് കാണിച്ചുകൊണ്ടാണ് വിനീത് ശ്രീനിവാസൻ നമുക്ക് ആ ഒരു മേക്കിംഗ് കൊണ്ട് എല്ലാം കൊണ്ടും കാണിച്ചു തന്നിട്ടുള്ളത്. സോ നല്ല ലിറ്ററലി വർക്കായിട്ടുണ്ട്. 100% വർക്കായിട്ടുണ്ട്. സോ അവർ തമ്മിലുള്ള രസകരമായ ഒരു കുറേ കോൺവെർസേഷനും കാര്യങ്ങളും പണ്ടത്തെ സിനിമകൾ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ശ്രീനിവാസൻ്റെയും മോഹൻലാലിൻ്റെയും. സോ അത് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ആണ് ഈ ഒരു പടത്തിൻ്റെ മോഡേ മാറുന്നത്. അതായത് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ വേറൊരു പടമാണ്. ഫസ്റ്റ് ഹാഫ് കണ്ടതിനപ്പം ഞാൻ വിചാരിച്ചത് ശരിക്കും പറഞ്ഞാൽ പടം തീർന്നതാണ്. അത് മൊത്തം ഒരു പടം കണ്ട് ഫീൽ നമുക്ക് ആ ഫസ്റ്റ് ഹാഫ് വരും. പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ ഈ പടത്തിൻ്റെ മോഡ് അങ്ങനെ തന്നെ ചേഞ്ച് ആവും. ഒരു ട്രാൻസ്ഫോർമേഷനാണ് സംഭവം കാണാം. അതായത് വർഷങ്ങൾക്ക് ശേഷം ഇവർക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇവരെ കാണിക്കുന്നത്. സോ അവിടെ തൊട്ടൊരു ആറാട്ടാണ് പടത്തിൻ്റെ. എസ്പെഷ്യലി നിവിൻ പോളി ഉണ്ട്. നിവിൻ പോളി ഒരു പൊളിയാണ് മോണിൻ്റെ അകത്ത്. അത് പറഞ്ഞേ പറ്റും. ബട്ട് അതിന് മുമ്പ് കുറേയധികം കാസ്റ്റും കാര്യങ്ങളുണ്ട്. കോലടി അറിയാം, കല്യാണി പ്രിയദർശൻ, ബേസിൽ ജോസഫ്, പിന്നെ നീരജ് മാധവ്, പിന്നെ ഒരു ക്യാമിയോയിലുണ്ട്. സോ അവരെല്ലാം പെർഫോമൻസ് അടിപൊളി തന്നെയാണ്. അവരെ വന്ന് പോകുന്ന ആൾക്കാരാണ്. അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ട് പോകുന്നുണ്ട്. എസ്പെഷ്യലി ബേസിൽ ജോസഫിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം ഗംഭീരം നമുക്കൊരു കോമഡി രൂപത്തിലാണ് കാണിച്ചിട്ടുള്ളത്. സോ മൂപ്പരാ റോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അജു വർഗീസ് പറയാൻ മുട്ട. അജു വർഗീസിൻ്റെ റോള് കിടിലൻ റോളാണ്. അതായത് നിവിൻ പോളി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അജു വർഗീസിനെയാണ്. പിന്നെയാണ് ബേസിൽ ജോസഫ്. ഇവന് മൂന്നാളും പൊളിച്ചിട്ടുണ്ട് ഈ പടത്ത് സെക്കൻഡ് ഹാഫ്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ അവരെ ഒരു പെർഫോമൻസൊക്കെ ഗംഭീരം. അത് നിവിൻ പോളി വേറെ ലെവലാണ് ഈ പടത്തിൽ, പറഞ്ഞേ പറ്റൂ. സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നിവിൻ പോളിൻ്റെ ഒരു എൻട്രി ഉണ്ട് മോനെ. ശരിക്കും ചിരി വരും മൂപ്പര് ഒരു കളികളെല്ലാം കാണുമ്പോൾ. മൂപ്പര് ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതെല്ലാം ഈ സിനിമയിൽ അങ്ങനെ തന്നെ കാണിക്കുന്നുണ്ട്. സ്വയം ഊക്കി കൊടയാണ് നിവിൻ പോളി സ്വന്തമായിട്ട്. അതിന് മൂപ്പര് ഒരു മാനറിസം ഉണ്ട്. മൂപ്പർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന മാനറിസം ഉണ്ട്. അതെല്ലാം ഗംഭീരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ. അത് ലിറ്ററലി ഒരു മൂപ്പര് സംസാരിക്കുന്ന രീതിയിലുണ്ട്. ശരിക്കും നമ്മൾ ചിരിച്ച് പറഞ്ഞു വേണ്ടിയിട്ടില്ല. അതിൽ കുറേ ചിരിച്ച് പണ്ടാരടങ്ങി. നിവിൻ പോളി ലാസ്റ്റ് സിനിമേനെ കൊണ്ടുപോയാണെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ നിവിൻ പോളി ഈ പടത്തിലില്ലെങ്കിൽ ഒരു വിനീത് ശ്രീനിവാസനൊരു പഴയ പോലെ തന്നെ ഒരു പുതുമയില്ലാത്ത ഒരു പടമായിട്ട് തന്നെ മാറുകയാണ് ഈ പടം. ബട്ട് നിവിൻ പോളിന്നുള്ളൊരു സാധനം, ആ ഒരു സംഭവം ഉള്ളതിനെ കൊണ്ട് തന്നെ ഈ പടം വേറെ ലെവലിലേക്ക് പോകുന്നുണ്ട്. അതായത് മൂപ്പരെ ആ ഒരു പുതുമയുള്ള കുറേ കാര്യങ്ങൾ വിനീത് ശ്രീനിവാസനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഞാൻ ട്രെയിലർ തോട്ട്സിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ സിനിമ എനിക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആഗ്രഹം ഇതിൻ്റെ അകത്ത് എന്തെല്ലാം പുതുമകളാണ് വിനീത് ശ്രീനിവാസൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സോ പുതുമകളാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. വിൻ പോളിൻ്റെ അഴിഞ്ഞാട്ടവും പിന്നെ കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് പൊടിക്കൈകളെല്ലാം ഉണ്ട് വിനീത് ശ്രീനിവാസൻ്റെ. സോ അതൊക്കെ നൈസായിട്ട് വർക്കായിട്ടുണ്ട് ഈ പടത്തിൽ. നിവിൻ പോളിൻ്റെ ഒരു റോള് ശരിക്കും പറഞ്ഞ് ഗംഭീരാക്കിയിട്ടുണ്ട്. സ്വയം ഊക്കാണ്. ഒറ്റയ്ക്ക് വന്നാണ് പട്ടികളെന്നുള്ള പറഞ്ഞുള്ള കുറേ സാധനങ്ങളുണ്ട്. അല്ലെ തിയേറ്ററിനെ കാണണം. സോ ഈ പടം നിവിൻ പോളി മാത്രം ഊക്കുന്ന മാത്രമല്ല, സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും മലയാള സിനിമ ഊക്കുന്നതാണ്. അതായത് റിവ്യൂവേഴ്സിനെ കളിയാക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയനെ കളിയാക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഈ യൂട്യൂബേഴ്സും കുറേ കാര്യങ്ങളായിട്ട് തന്നെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണോ അതെല്ലാം ശരിക്കും അതിനകത്ത് കാണിക്കുന്നുണ്ട്. കുറേ സാധനങ്ങൾ ഇവർ പറയാതെ ഇൻഡയറക്റ്റ്ലി ഊക്കുന്നുണ്ട് എല്ലാവരും. സിനിമ നമുക്കിപ്പം മൂവി ലവേഴ്സിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ട്രീറ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഊക്കുന്ന കാര്യങ്ങൾ വിനീത് ശ്രീനിവാസൻ നല്ല വർക്കൗട്ടായി ചെയ്തിട്ടുണ്ട്. ഒരു വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണോ അതങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ട്. സോ സെക്കൻഡ് ഹാഫ് ഗംഭീരമാണ്. ഫസ്റ്റ് ഹാഫിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഹാഫ് മോശമാണല്ലേ പറഞ്ഞത്. ഫസ്റ്റ് ഹാഫ് നല്ല ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ വേറെ മൂഡാണ്. അത് അധികം ആൾക്കും ഷുവർ തന്നെയാണ് സെക്കൻഡ് ഹാഫ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുക. ഞാൻ അങ്ങനെ തന്നെയാണ് കരുതുന്നത്. സോ
അത് നിവിൻ പോളിൻ്റെ ഒരു പവർ തന്നെയാണ് ഒരു സെക്കൻഡ് ഹാഫ് മൊത്തം പവർ പാക്കിനായിട്ടുള്ള കോമഡി സാധനം. പിന്നെ കോമഡിയൊക്കെ നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ക്രിഞ്ച് എലമെൻസ് ഒക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വിനീത് ശ്രീനിവാസനാണല്ലോ അങ്ങനെ കുറച്ച് കാണും. സോ അതെല്ലാം മോശമൊന്നുമല്ല, ക്രിഞ്ച് എലമെൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അങ്ങനെ തന്നെ പോകുന്നുണ്ട്. അതങ്ങ് അലിഞ്ഞു പോയിക്കോളും, അത് ഉള്ള പോലെ തന്നെയാണ് ഉണ്ടായത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇഷ്ടപ്പെട്ടതിൻ്റെ അതൊരു പാട്ടുണ്ട്. വിനീത് ശ്രീനിവാസൻ്റെ ഏറ്റവും കൂടുതൽ ഒരു ഗംഭീര സംഭവം എന്ന് വെച്ചാൽ ഓരോ പടത്തിനും ഗംഭീര സോങ്സ് ഉണ്ടാവും. നമ്മളിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് അടിച്ച് കേട്ടാലും മടുക്കാത്ത കുറേ പാട്ടുകൾ. അതേപോലത്തെ പാട്ട് ഇതിൻ്റെ അകത്ത് വന്നു. ഇപ്പോൾ ഹൃദയത്തിലായാലും നമ്മൾ ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിലായാലും എല്ലാത്തിലും നമ്മൾ കേൾക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള പാട്ടും കാര്യങ്ങളെല്ലാം വിനീത് ശ്രീനിവാസൻ്റെ. സോ അതൊക്കെ ഇതിൻ്റെ അകത്ത് മതി. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു പാട്ട് ജ്ഞാപകം എന്ന് പറഞ്ഞ പാട്ടുണ്ട്. പിന്നെ വേറൊരു പാട്ടുണ്ട് ജീവിതം എന്നിട്ട് എന്തോ ഒരു ലൈനുള്ള പാട്ടുണ്ട്. ആ 2-3 പാട്ടൊക്കെയാണ് നല്ല ഗംഭീരമായിട്ട് ഫീൽ അടുപ്പിക്കുന്ന പാട്ടുകളല്ലാണ്. സോ ഒരു പാട്ട് ശരിക്കും ഒരു പടത്തിൻ്റെ ഇമോഷൻ സീക്വൻസ് എല്ലാം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സോ അത് പറഞ്ഞേ പറ്റുമോ, നമുക്ക് ലിറ്ററലി ഒരു ഉള്ളിൽ ഫീൽ ചെയ്യും. അവരുടെ ബോണ്ടിങ്ങുള്ള അവർ തമ്മിൽ അടിച്ച് പിരിയുന്ന കാര്യങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെ മൂപ്പര് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ വിനീത് ശ്രീനിവാസൻ്റെ ഒരു ടിപ്പിക്കൽ സംഭവങ്ങളെല്ലാം മാറ്റി കുറച്ചും കൂടി ഒരു മൂപ്പരെ കുറച്ച് പുതിയ ഫ്രഷ്നെസ് ആയിട്ടുള്ള പൊരിക്കൈകളെല്ലാം ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ ഞാൻ കാണാൻ വേണ്ടി ഞാൻ കാത്തിരുന്നത്. സോ അതെല്ലാം നൈസായിരുന്നു. ബട്ട് ലിറ്ററലി സെക്കൻഡ് ഹാഫ് നിവിൻ പോളി കൊണ്ടുപോയത് ആ ഒരു സാധനം അത് മൂപ്പരിക്കേ ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിവിൻ പോളിൻ്റെ ഒരു കട്ട ഫാനായിരുന്നു. ശരിക്കും ആ ഒരു സാധനം തിരിച്ചു കിട്ടിയ പോലെ തോന്നി. മൂപ്പരിക്കേ ആ സാധനം ചെയ്യാൻ പറ്റും. ആ സാധനം മൂപ്പര് ആറാടിയിട്ടുണ്ട്, ചിരിച്ച് ചത്തുപോയിട്ടുണ്ട്. സോ ലോട്ടറി നോക്കുവാണെങ്കിൽ പടം ഗംഭീരമായിട്ട് തന്നെ ഫീൽ ചെയ്തു. പിന്നെ പ്രണവ് മോഹൻലാലിൻ്റെയും കല്യാണി പ്രദേശിൻ്റെ കുറച്ച് റൊമാൻസും കാര്യങ്ങളിലും ഉണ്ട്. സോ അതൊക്കെ ഹൃദയത്തിൽ കണ്ടാണ്. അതിൻ്റെ ഒരു കുറച്ച് വേർഷനാണ് ഇതിനകത്ത് കണ്ടിട്ടുള്ളത്. അതൊന്നും വലിയ കാര്യമായിട്ടുള്ള. സോ അതൊക്കെ കുറച്ച് വർഷമായിട്ട് ചിലവർക്ക് തോന്നാം. സോ അതങ്ങനെ തീർന്നു. സോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒരു ഒരു പാക്ഡ് ആയിട്ടുള്ള പടം. ആൻഡ് ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ വെരി ഗുഡ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഇത് കിട്ടില്ല സെക്കൻഡ് ഹാഫും. സോ ടോട്ടലി സിനിമ ലവേഴ്സിന് വേണ്ടിയിട്ട് മേക്ക് ചെയ്ത് വെച്ച വിനീത് ശ്രീനിവാസൻ്റെ ഒരു പടമാണ്. സോ സിനിമ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ പടം കാണാം. ഫാമിലി ആയിട്ടെല്ലാം ധൈര്യമായിട്ട് പോകാൻ പറ്റിയ പടം തന്നെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തുള്ളത്. സോ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു വട്ടമെങ്കിലും തിയേറ്ററിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തു. സോ കണ്ടിട്ട് എന്തായാലും കണ്ടു നോക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.